Good morning, everyone. Thank you so much for joining today's session. നമ്മുടെ ഇന്നത്തെ സൺഡേയിലുള്ള സ്പെഷ്യൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മളുടെ സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഏറ്റവും ലോങ്സ്റ്റ് മെഡിറ്റേഷൻ ആണ് ഇന്ന് നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ളത്. ഹൗ വാസ് ദാറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? ടെൽ മീ, നിങ്ങൾ എത്ര മണിക്ക് എണീറ്റു? ജസ്റ്റ് കമന്റ് ഡൗൺ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ വിന്നിങ്. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും കേട്ടോ. ശരത് നമ്മുടെ എന്താ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആൾക്കാരോട് എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് അറിയിക്കാം. എല്ലാ ഗ്രൂപ്പുകളും ഒന്ന് ഷെയർ ചെയ്യുക. സൂപ്പർ മെഡിറ്റേഷൻ ആയിരുന്നു. മറിയം പാം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ബി ഹിയർ ഇൻ വീഡിയോ. എല്ലാവരും പരമാവധി വീഡിയോയിൽ വരിക. സുധീർ സാർ, ആർ യു ദേർ? ആൻഡ് അവിത മാം, ആർ യു ദേർ? ഹോപ്പ് യു ആർ ദേർ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സെഷൻ മെഡിറ്റേഷൻ? ഓക്കെ, എത്ര മണിക്ക് എണീറ്റു? ജസ്റ്റ് കമന്റ് ഡൗൺ. 4:50 സുജിറ പറയുന്നു. 4:50 അനിത മെമ്പർ 5 o'clock. ജുബൈദ മാം ഓക്കെ. മുഹസിന ജഹാഷ് 6:17. ഓക്കെ, 5:17. യാ, വെരി ഗുഡ്. നസ്രി ഇബ്രാഹിം ഓക്കെ. 4:20. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അറിയാം മാം ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എടുക്കാം അല്ലേ? ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെച്ചാൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ സ്റ്റോറീസ് അത് കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മളുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ ഹീലിംഗ് ജേർണി, അവരിൽ വന്ന മാറ്റങ്ങൾ, അവർ പഠിച്ച അറിവുകൾ, അവർ അപ്ലൈ ചെയ്ത ടെക്നിക്കുകൾ അതറിയാൻ ശ്രമിക്കുക. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്, അവരെങ്ങനെയാണ് ഹീൽ ചെയ്തത്, അവരുടെ ജേർണി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കണം. സോ ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന പേരിടാനുള്ള റീസൺ എന്താ? നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഹീലിംഗ് ജേർണി പ്രോഗ്രാം ഉണ്ട്. ആ ഹീലിംഗ് ജേർണി പ്രോഗ്രാം അത് ചെയ്യുന്നതിലൂടെ പലപ്പോഴും നമ്മുടെ ആ പ്രോഗ്രാമിലേക്ക് വരുന്ന ആൾക്കാർ അവരെ നഷ്ടപ്പെട്ടവരാണ്. ആ നഷ്ടപ്പെട്ടിട്ട്, അതായത് അത്രയും പെയിനും വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഇവിടെ ഉണ്ടോ അങ്ങനെ? അതായത് എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു, ഞാൻ ട്രാക്ക് തെറ്റിയിട്ടുണ്ട്, എനിക്ക് സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഫീലിങ്ങോട് കൂടിയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഐ ലോസ് മൈ സെൽഫ്, ഇനി എനിക്ക് എന്നെ കണ്ടെത്തണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യുക. ബിക്കോസ് നമ്മളിൽ അധികം ആൾക്കാരും അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നുണ്ട്. വിമൽദാസ് പറയുന്നു യെസ് ഞാനുണ്ട്. സജിത മാം പറയുന്നു യെസ്. അയ്യൂബ് സാർ പറയുന്നു യാ. കാരണം എൻ്റെ ലൈഫിൽ എനിക്കും ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിലൂടെയുള്ള സിറ്റുവേഷൻസ് എനിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നസ്രി പറയുന്നു യെസ് മീ. വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അധികം ആൾക്കാരും ഈ പ്രോഗ്രാമിൽ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സാറിൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല സാർ. ഓക്കെ, വെരി ഗുഡ്. സിമി, ഐ എം റിയലി ഹാപ്പി ഫോർ യു. അപ്പം എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഇതേപോലുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടത്തിൽ നമുക്ക് പല പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എങ്ങോട്ട് പോകും? ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് പലർക്കും ഉണ്ടാവും. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിലൊക്കെ പലപ്പോഴും ഒരു മെൻറ്റർ അടുത്ത് പോയി, അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന മെൻറ്റർ അടുത്ത് പോയി ഞാൻ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രോഗ്രാമുകൾ വീണ്ടും ചെയ്യുമ്പോൾ എനിക്ക് എന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെ നഷ്ടപ്പെട്ട നമ്മളെ
തിരിച്ചു പിടിക്കുമ്പോൾ യഥാർത്ഥ നമ്മളിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന പേരിടാൻ കാരണം. ഈ പ്രോഗ്രാം ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് നഷ്ടപ്പെട്ട ആ ഒരു സ്വന്തത്തെ തിരിച്ചു പിടിച്ച് കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർ അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നതാണ് സൺഡേയിലെ പ്രോഗ്രാം. സോ എല്ലാ ദിവസവും ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സോ ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ, ഇന്ന് നിങ്ങളിലുള്ള ആൾക്കാർ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ നമ്മുടെ അബിത മാം ആർ യു ദേർ? സുധീർ സാർ ആർ യു ദേർ? ഇസ് ദർ എനിബഡി ഹൂ? നമ്മൾ ഓൾറെഡി ചില ആൾക്കാർ എന്ത് വെച്ചാൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇനി അതല്ല, വേറെ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഏതെല്ലാം രീതിയിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ട് ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി അത് ഷെയർ ചെയ്യാവുന്നതാണ്. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം. എനിബഡി ക്യാൻ കം ഫോർവേഡ്. ആർക്കും വേണമെങ്കിൽ മുന്നോട്ട് വരാം. മുന്നോട്ട് വന്നിട്ട് എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റോറി പറയാം. യു ക്യാൻ ഷെയർ യുവർ സ്റ്റോറി. ശരത്, നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, Asma, are you there? Can you come forward and talk about your stories? വീഡിയോയിൽ വരണം നിർബന്ധമില്ല, but you can also come and join with us. Good morning, sir. Good morning, Asma, പറഞ്ഞോളൂ. അസ്മ എവിടെ സ്ഥലം? ഞാൻ മലപ്പുറമാണ്, പക്ഷേ പാലക്കാട് സെറ്റിൽഡ് ആണ്. മലപ്പുറമാണ്, പാലക്കാട് സെറ്റിൽഡ് ആണ്. അസ്മയുടെ ചെറിയൊരു സ്റ്റോറി, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുൻപുള്ള അസ്മയുടെ ഒരു, അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചാലഞ്ചസ്, മാനസികാവസ്ഥ എന്തായിരുന്നു? നമ്മുടെ പ്രോഗ്രാം ചെയ്തതാണല്ലോ അസ്മ, അല്ലേ? അതെ 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 സർ. എന്താണ് ആ ഒരു ഫീലിങ്സ് ജസ്റ്റ് ഒന്ന് പറയാവോ? വാട്ട് വാസ് യുവർ സ്റ്റോറി? അസ്മ, യു ക്യാൻ ഷെയർ യുവർ സ്റ്റോറി. നമ്മുടെ കോഴ്സ് ചെയ്യുന്നതിന് മുൻപുള്ള അസ്മയുടെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? ഞാന് മലപ്പുറത്താണെങ്കിൽ കൂടി പാലക്കാട് സെറ്റിൽഡ് ആവാൻ കാരണം ഹസ്ബൻഡിന് ഇവിടെ ഷോപ്പായിരുന്നു. അങ്ങനെയാണ് ഇവിടെ സെറ്റിൽഡ് ആവുന്നത്. എനിക്ക് 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. ഒരാള് +1 പഠിക്കുന്നു, ഒരാള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഞാൻ ICSയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, റിക്രൂട്ട്മെന്റ് ഓഫീസറായിട്ട്. അത് ചെയ്തു, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തു. അതിനുശേഷമാണ് പാലക്കാട് സെറ്റിൽഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ടായിരുന്നു ഞാൻ വന്നത്. പക്ഷെ എനിക്ക് അപ്പോ മോന് ചെറുതായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു നെറ്റ്വർക്ക്. അതിലോട്ടാണ് ഞാൻ പോയത്. കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാന്നുള്ള ആ ഒരു ചിന്തയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള, പിന്നെ അവിടെ നിന്ന് കുഴപ്പമില്ലാതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, അത്യാവശ്യം ക്യാഷുകളൊക്കെ ഏൺ ചെയ്യാൻ പറ്റി. എങ്കിൽ കൂടിയിട്ട് പിന്നീട് അത് വലിയൊരു ബാധ്യതയായി മാറി, കടബാധ്യതയായി മാറി. അതായത് ഒരുപാട് കാശ് ലോസ് ആയി. അതിനുശേഷം ഇനി ഒരു ബിസിനസ്സും ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. എങ്കിലും വീണ്ടും എന്റെ ലൈഫിലോട്ട് അത് തന്നെയാണ് വന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പോഴും എനിക്കത് ഞാൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചെങ്കിൽ കൂടി വീണ്ടും നഷ്ടത്തിലേക്ക് തന്നെയാണ് പോയത്. അതോടുകൂടി ഇനി ഒരിക്കലും നെറ്റ്വർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. എനിവേ, എന്തായാലും ആ ഒരു നമുക്ക് തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താ വെച്ചാൽ അങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമാവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയി, അല്ലെ? സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ. ആ സമയത്താണല്ലോ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം പരിചയപ്പെടുന്നത്. അങ്ങനെ പ്രോഗ്രാം ചെയ്തപ്പോൾ ഉള്ള ഒരു, പക്ഷെ ഞാന് ഇപ്പോ ഒരു വർഷത്തോളായിട്ട് എനിക്ക് ഒരുപാട് മെന്റലി ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സാറിന്റെ പ്രോഗ്രാമുകൾ കാണുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ കുറെ നാളായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്, 2 ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ അതിലേക്ക് കേറുന്നുണ്ടെങ്കിൽ കൂടിയിട്ട്, അപ്പൊ മെഡിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ക്ലാസ്സുകളായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ കേറാറുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സാറിന്റെ വീഡിയോസ് തന്നെയാണ് അന്നും ഇന്നും എനിക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. വേറെ ആരുടെ കണ്ടാലും എനിക്ക് സെറ്റ് ആവൂല. അത് എപ്പോഴും അങ്ങനെയാണ്. പണ്ടത്തെ സാറിന്റെ 8 വർഷം 10 വർഷം മുന്നുള്ള വീഡിയോസ്
കാണാറുണ്ട്. ഇപ്പോഴും ഞാൻ കാണാറുണ്ട് അതൊക്കെ. അതിപ്പോഴും നമുക്ക് കുറെ എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഓക്കെ. പക്ഷെ എനിക്കൊരു 5-6 മാസം മുന്നേ ഞാന് എന്താന്നറിയില്ല പെട്ടെന്ന് എനിക്ക് വാതത്തിന്റെ ഒരു പ്രശ്നം വന്നു. നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ. ആ സമയത്തൊക്കെ ഇവിടെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാന് മുന്നേ ഒക്കെ എന്ന് വെച്ചാല് നമ്മുടെ ടീമിന്റെ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ അതൊന്നും എനിക്ക് അത്ര കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടില്ല. സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതിലൊന്നും. പക്ഷെ അതിങ്ങനെ പറയുന്നു, അഫർമേഷൻ ഒക്കെ കേൾക്കുന്നു, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. Yeah. അന്നൊന്നും നമുക്ക് ഈ ഒരു സംഭവങ്ങളിലേക്ക് അഫർമേഷൻ ആയിക്കോട്ടെ, ഫോർഗീവ്നെസ് ആയിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത് എത്രത്തോളം വാല്യുബിൾ ആണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും. ഓക്കെ. പക്ഷെ നമ്മൾ ഇവിടെ വന്നതിന് ഇപ്പൊ ഇന്നത്തെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷന് സത്യം പറഞ്ഞാല് എന്റെ ഒരു നടക്കാൻ പറ്റാത്ത പ്രശ്നത്തെ മാറ്റിയത് ഈ ഒരൊറ്റ മെഡിറ്റേഷൻ ആണ്. ഇത് Wow. എന്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ 2-3 തവണ ഒരു ദിവസം ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ. ഈ വെരി ഒരു ഗുഡ്. മെഡിറ്റേഷൻ ഇന്നത്തെ മെഡിറ്റേഷൻ കേട്ടവർക്ക് അറിയാം അത് 1/2 മണിക്കൂർ 31 മിനിറ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു മെഡിറ്റേഷന് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം. ആ ഒരു മെഡിറ്റേഷൻ മാത്രം മതി നമ്മുടെ ലൈഫ് മാറാൻ. ഞാന് നടക്കാൻ പറ്റാതെ ഒരു 1.5 മാസത്തോളം എനിക്ക് കിടപ്പിലാവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. Yeah. അകത്തൊക്കെ ഇങ്ങനെ ചെറുതായി നടക്കും, പുറത്തോട്ടൊന്നും നടക്കാൻ പറ്റാതെ. പെട്ടെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ കാലിനൊരു പ്രശ്നം വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്തിരി തടിയുള്ളത് കൊണ്ടായി നടക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ കരുതിയത്. അപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു RI ഫാക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. മൊത്തത്തിൽ ചെക്കപ്പ് നടത്തിയപ്പോ വേറെ ഒരു പ്രശ്നവുമില്ല. RI ഫാക്ടർ മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ടുള്ളത്. അത് നമുക്ക് 20-ന് താഴെയാണ് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വേണ്ടിയിരുന്നത്. അതേസമയം എനിക്കത് 117 ആയിരുന്നു. അങ്ങനെ ആയുർവേദ മെഡിസിൻ ആണ് ഞാൻ എടുത്തത്. ഫിസിയോതെറാപ്പി കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ ഉപ്പാന്റെ ഫ്രണ്ട് ആയുർവേദ ഡോക്ടറാണ്. വർഷങ്ങളായിട്ട് മൂപ്പർക്ക് ഞങ്ങളെ അറിയാം. അതുകൊണ്ട് ആ പുള്ളീനെ എനിക്ക് കാണിച്ചത്. അപ്പൊ ആള് പറഞ്ഞു നിനക്ക് വാതത്തിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ ഇനി ആയുർവേദ മെഡിസിൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആള് മെഡിസിൻ ഒക്കെ എഴുതുന്നത്. ഒരാഴ്ചക്ക് തന്നെ 1500 രൂപ വരുമായിരുന്നു ആ മെഡിസിന്. അത് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ Yeah. എന്താണെന്ന് അറിയില്ല, ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി. മെഡിറ്റേഷന്റെ പവറിലാണ് ഞാൻ നടന്നിട്ടുള്ളത്. ഞാൻ പുലർച്ചെ ഒരു 5 മണിക്കൊക്കെ എണീറ്റിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിങ്ങനെ പതിയെ പതിയെ EFTയിലോട്ട് വന്നു. അതിനുശേഷം EFTയിൽ വന്നപ്പോ എനിക്ക് ഹാജറ മാമിന്റെ ഹീലിംഗ് ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത്. ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കാലിന്റെ പ്രോബ്ലം എടുത്തിട്ട് ഞാൻ ഒരിക്കലും ഹീൽ ചെയ്തിട്ടില്ല. എന്റെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടാണ് ഹീലിംഗ് നടന്നത് എങ്കിൽ കൂടിയിട്ട് എനിക്ക് കിട്ടിയ ആ ഒരു സംഭവം എന്ന് വെച്ചാല് എന്റെ കാലിന്റെ വേദന പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. അതുവരെ ഞാൻ Wow. മെഡിസിൻ കഴിച്ചു. എന്റെ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞത് 3 മാസം മെഡിസിൻ ഉറപ്പായിട്ടും കഴിക്കണം. എത്ര കാശ് എന്നുള്ളത് നോക്കണ്ട, നിനക്ക് പൂർണ്ണമായിട്ടും നടക്കാൻ പറ്റണം. അപ്പൊ കാലിന്റെ വേദന മാറണം, നീ മെഡിസിൻ കഴിച്ചു പറ്റും, എന്നിട്ട് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 1.5 മാസം മെഡിസിൻ കഴിച്ചു. മെഡിറ്റേഷൻ കിട്ടി, അല്ല സോറി, ഹീലിംഗ് കിട്ടിയതിന് ശേഷം ഞാന് എന്താന്നറിയില്ല, എനിക്ക് പിന്നെ കാലിന് ഈ നിമിഷം വരെ എനിക്ക് പെയിൻ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും ആ കാലിന്റെ വേദന എടുത്തിട്ട് ഹീൽ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്തപ്പോ നമ്മുടെ ബോഡിയിലുള്ള കുറെ കാര്യങ്ങൾ മാറി എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെനിക്ക് ഞാൻ എന്റെ പിന്നെ എല്ലാവരുടെ അടുത്തും EFTയിൽ വരുന്നവരുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണിത്. എന്റെ കാര്യം. കാരണം നമുക്കൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് അത് പറയാൻ പറ്റുന്നത്. നമുക്കൊരു കിട്ടിയാലല്ലേ നമുക്ക് മറ്റുള്ളവരോട് അത് പറയുമ്പോൾ കൂടുതൽ റിസൾട്ട് ഉള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുണ്ട്. കാരണം എനിക്കിപ്പോ നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, കാലിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതുവരെ ഞാൻ പിന്നെ മെഡിസിൻ എടുത്തിട്ടില്ല. അതൊരു സത്യമാണ്. 3 മാസമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ 1.5 ഉള്ളൂ. പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ EFTയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് അസുഖത്തിനും ഒരു മൂല കാരണം ഉണ്ടാവും, ഒരു കാരണമുണ്ടാവും. അവർ വേറൊരു വിഷമം എടുത്തപ്പോഴാണ് ഈ കാൽവേദന മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അതെ. ഒരു കാര്യം, അതായത് അസ്മ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലുവേദനയുടെ കാരണമായിരുന്നു നിങ്ങളുടെ ആ വിഷമം. ഉറപ്പായിട്ടും. ആ വിഷമം ഒന്നാമത് വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു സ്വഭാവം എനിക്കില്ല. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം ചെയ്തോണ്ടിരിക്കണം എന്നുള്ള ആ ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്.
അതായത് നമുക്കായിട്ട് ഒരു പണം വേണം. ഞാനും കൂടെ ഏൺ ചെയ്യണം. ഹസ്ബൻഡ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഞാൻ എന്ത് ചെയ്യാണെങ്കിലും നല്ലതാണെങ്കി നീ ചെയ്തോ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡാണ് എന്റേത്. അത്രയും എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. അത്രയും അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്ന് പറയുമ്പോ ആള് പറയും ഇപ്പൊ നിനക്ക് വയ്യല്ലോ മാറട്ടെ മാറട്ടെ എന്ന് പറയുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഹീലിംഗ് കിട്ടിയപ്പോ എന്റെ കാലുവേദന മാറി. ഞാൻ മെഡിസിൻ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോഴും ആൾ ആദ്യം പറഞ്ഞു നിനക്ക് അത് വേണോന്ന് നോക്കി ചെയ്താൽ മതി, മെഡിസിൻ എടുത്തോ, നീ ഹീലിംഗ് ചെയ്തോ, പക്ഷെ മെഡിസിൻ എടുക്കുന്ന പറഞ്ഞുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. Yeah, very good. അതേപോലെ തന്നെ പിന്നെ എനിക്ക് ചുമയുടെ ഒരു പ്രശ്നമുണ്ട്. ഉം. അത് ഒരു 17 വർഷം മുന്നേ ഉള്ള ഒരു സംഭവമാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ അതിന് ടാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് മാറ്റുന്നത്. എനിക്ക് ചുമ വരും, അതേപോലെ ഹെഡേക്ക് വരും, ഭയങ്കര ഹെഡേക്ക്. മൈഗ്രെയിൻ ആണോന്ന് എനിക്കറിയില്ല, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. വെയിൽ കൊണ്ടാല് ഒക്കെ തലവേദന, പുറത്ത് പോയി വന്നാലൊക്കെ. പക്ഷെ ഉം. അതൊക്കെ ഞാൻ തന്നെ അതിനൊക്കെ ടാപ്പ് ചെയ്ത് മാറ്റിയെടുക്കും. ഒരു 10-15 മിനിറ്റ് ടാപ്പ് ചെയ്യുമ്പോഴത്തേന് സംഭവം റെഡിയാവും. ആദ്യമൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എപ്പോഴും നല്ല ടാബ്ലറ്റ് വാങ്ങി കഴിക്കുക, ഇതായിരുന്നു പരിപാടി. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ മെഡിസിന് മാറ്റി നിർത്തേണ്ടി വന്നു നമ്മള്. ഓക്കെ, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് നസ്മ, വട്ട് ഈസ് ഇതിന്റെ ഒരു എന്താ പറയുക, ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൽ വന്നതിന് ശേഷം, മുൻപുള്ള ലൈഫ് പറഞ്ഞു, അതിനുശേഷം കോഴ്സിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ സംഭവിച്ചത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ടാപ്പിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ ടെക്നിക്കുകളാണ്? പല ടെക്നിക്കുകളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട്. ഇതിൽ ഏതൊക്കെയാണ്? മിറർ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അഫർമേഷൻസ് എഴുതാറുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ടോ? തെറാപ്പി ചെയ്യാറുണ്ടോ? വാട്ട് ആർ ദ മെത്തേഡ്സ് യു യൂസ്? എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട് ഏർലി മോർണിംഗിൽ. നമ്മുടെ പ്രെയർ കഴിഞ്ഞതിന് ശേഷം മുന്നേ ആയിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാട് എഴുതാറുണ്ട്. എന്തൊക്കെയാണ് എഴുതാറുള്ളത്? എന്തിനെ കുറിച്ചൊക്കെയാണ് എഴുതാറുള്ളത്? സെയിൽസ് റിലേറ്റഡ് ആയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ എഴുതുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഉള്ള അനുഗ്രഹത്തെ കുറിച്ചിട്ട് അന്ന് ഒരു മാം വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മോർണിംഗ് സെഷനില്. Yeah. ഡിസംബർ 31 ആവുന്നതിന് മുന്നേ 1001 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. അത് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മളുടെ അനുഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് സത്യം പറഞ്ഞാൽ EFT വന്നതിന് ശേഷമാണ്. നമുക്കറിയാം നമുക്കെല്ലാം ഉണ്ടെന്ന്, പക്ഷെ നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും ബോധേഡ് അല്ല എന്ന് തന്നെ പറയാം. നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ പടച്ചവൻ തന്നിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്നോ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എപ്പോഴും ഇല്ലാത്തതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം, അതായത് EFT ചെയ്തതിന് ശേഷമാണ് ഗ്രാറ്റിറ്റ്യൂഡിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ ഇപ്പൊ നമുക്ക് എഴുതിയാലും തീരാത്ത അവസ്ഥയായി. ഓരോ ദിവസവും എത്രത്തോളം എഴുതിയാലും വീണ്ടും വീണ്ടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഡെയിലി നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇപ്പോ അതേപോലെ തന്നെയാണ് ഫോർഗീവ്നെസ്. ഞാൻ ഫോർഗീവ്നെസ് എന്നും ചെയ്യാറുണ്ട്. കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ എടുത്തിട്ട് അവിടെ ഒരു ദിവസത്തിൽ നമുക്ക് ഇനി ആർക്കെങ്കിലും ഫോർഗീവ് ചെയ്യാനുണ്ട്, നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിലും ശരി അത് ഫോർഗീവ്നെസ് ഒരു ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. Yeah. അപ്പം ആ ഒരു ലെവലിലുള്ള ഡെഡിക്കേഷൻ, ആ ലെവലിലുള്ള ഒരു ഇത് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വിഷ്വലൈസേഷനും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? മെഡിറ്റേഷനും ചെയ്യും. അതെ അതെ. അപ്പം ഇനി ഈ പറഞ്ഞിരിക്കുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടായി. ഇനി ഒരൊറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് എന്താണ്, what is your next plan? What is your next move? എന്തൊക്കെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു? ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു? ഏത് രീതിയിലാണ് ഇനി മുന്നോട്ടുള്ള പോക്ക് ആഗ്രഹിക്കുന്നത്? മാക്സിമം ക്യാഷ് ഏൺ ചെയ്യണം. അത് തന്നെയാണ് ഇനിയുള്ള ആഗ്രഹം. നമുക്ക് വലിയൊരു ഡ്രീം ഉണ്ട്, ഒരു വീട് പാലക്കാട് വേണം എന്നുള്ളത്. നമുക്ക് മലപ്പുറത്ത് വീട് വെക്കാം, പക്ഷെ നമുക്ക് പാലക്കാട് ഒരു വീട് വേണം എന്നുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇവിടെ ഞാൻ വന്നിട്ട് 13 വർഷമായി. ഇപ്പോഴും നമ്മള് വാടകയ്ക്കാണ്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് പാലക്കാട് ഒരു വീട്, ഞങ്ങൾക്ക് പാലക്കാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ പാലക്കാട് നമുക്കൊരു ആണ് ഏറ്റവും വലിയ ഡ്രീം. അതിലോട്ട് എത്തണം. ആ ഒരു സംഭവം ഞാൻ അഫർമേഷൻ ആയിട്ട് എഴുതുന്നുണ്ട്. അതേപോലെ ആ വീട് കിട്ടിയതായിട്ട് നമ്മള് മനസ്സിൽ കാണുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ കുറെ പ്ലോട്ടുകളൊക്കെ പോയി നോക്കാറുണ്ട്. അപ്പൊ അതിലോട്ട് എത്തുന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. അതിനായിട്ട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുന്നുണ്ട്. ഓക്കെ.
വെരി ഗുഡ്. ആൻഡ് വാട്ട് ഈസ് യുവർ ഫീലിംഗ്? അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ഒരു ഫീലിംഗ് എന്താണ്? ഓരോ തവണയും എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഹൗ ഇറ്റ് ഇസ് ചേഞ്ചസ് യുവർ എനർജി? നിങ്ങളുടെ എനർജി എങ്ങനെ അത് ചേഞ്ച്? ഹാപ്പിയാണ്. നമുക്കത് നമുക്ക് ഞാൻ ഇതുവരെ എഴുതിയ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. ഇതിലോട്ട് എനിക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇത് ഞാനും ഹസ്ബൻഡും ഒരേ മൈൻഡ് ആയതുകൊണ്ട് അതിലോട്ട് എത്തും എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ. വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. അതിൽ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ? വളരെ സ്പെസിഫിക് ആയിട്ട് വ്യക്തമായിട്ട് ആ വീട് എങ്ങനെ വേണം? എത്ര സെന്റിലായിരിക്കണം? ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതാറുണ്ടോ? ഹൗ അത് വിഷ്വലൈസ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടോ? ഇപ്പോ നിയറസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു മാസം മുന്നേ ഞങ്ങളൊരു പ്ലോട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വീട് ഞങ്ങൾക്ക് അവര് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ വീട് കണ്ടപ്പോ എനിക്ക് അതേപോലെ ഒരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ അതിന്റെ ഒരു പിക്ചർ കണ്ടപ്പോ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ള വീട് എന്ന് പറയുന്നത്. ഇൻഷാ ഓക്കെ. അള്ളാ അതിലോട്ട് എത്തും എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ. ഈ ഒരു കാര്യം പറഞ്ഞപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാല് ആസ്മ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റോറിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റി. പ്രത്യേകിച്ച് വെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യണം. അതേപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വീട് വെക്കണം. ഈ വീട് വെക്കണം എന്നുള്ള ഗോൾ വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വിഷ്വലൈസേഷനും അപ്ലൈ ചെയ്യുക. അതേപോലെ അതിന് വേണ്ടിയിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അസ്മ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ചെയ്യാൻ, അതുപോലെ പ്രവർത്തിക്കാൻ, അതും അത്തരത്തിലുള്ള രീതിയിൽ പ്രവർത്തിക്കാനും ചെയ്യാനും ഉള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം. അല്ല ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. ആ പ്രോഗ്രാം ശരിക്കും എന്താ പറയുക നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്യും. കാരണം അതിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഗോൾ സെറ്റിംഗ്, എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അതിലേക്കുള്ള സ്റ്റെപ്സുകൾ എന്താണ്, ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അസ്മ, ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അസ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരോടൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ആൻഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? ജസ്റ്റ് ടെൽ മീ. ഓക്കെ സർ. ഗോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന സമയത്ത് പലർക്കും അറിയില്ല എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. പല വീഡിയോസും കണ്ട് 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 സത്യം പറഞ്ഞ പ്രാന്തായി തന്നെ പറയാ ഈ ഗോൾ സെറ്റിംഗ്സിന്റെ ഒക്കെ കേട്ടിട്ട്. ഈ ന്യൂ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് ഒരു ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് പല രീതിയിലും നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. ഒരുപാട് ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ പല തീരുമാനങ്ങൾ എടുക്കുക. സാർ എപ്പോഴും പറയാറുള്ള പോലെ ന്യൂ ഇയർ ആയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ന്യൂ ഇയർ ആവുമ്പോ അത് പോയിട്ട് ഒരു ജനുവരി 15 ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാലും ഒരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി വെക്കും. എനിക്ക് ന്യൂ ഇയർ ആവുമ്പോ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് നേരത്തെ എണീക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യല്ല. പക്ഷെ നമ്മൾ കുറച്ച് ദിവസം അത് ചെയ്യും. പിന്നെ പഴയ പോലെ തന്നെ ആവും. എന്നിട്ട് ഇനിയിപ്പോ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഗോൾ സെറ്റിംഗ്സിൽ വന്നാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡീപ്പ് ലെവലിൽ തന്നെയായിരിക്കും സാറ് നമ്മളെ പഠിപ്പിക്കുക. കാരണം നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഈ ഒരു മോർണിംഗ് സെഷനിൽ സാറ് നമ്മൾ പല കോഴ്സുകളിലും പെയ്ഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് സാർ ഇവിടെ ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി. എല്ലാവർക്കും അറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് അതിന്. അപ്പൊ ഈ ഗോൾ സെറ്റിംഗിൽ നമ്മൾ വെറും 1899 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് എടുത്താൽ നമുക്ക് നേടാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിന് സാറിന്റെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. വിഷൻ ബോർഡ് നമുക്ക് അറിയാം എന്താ സംഭവം എന്ന്. പക്ഷെ അതിലോട്ട് എത്തുന്നില്ല ആരും. വിഷൻ ബോർഡ് നമ്മൾ കയ്യിൽ കുറെ പിക്ചേഴ്സ് ഉണ്ട്. അതൊരു ബോർഡിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യാനോ അതിലേക്ക് എങ്ങനെയാണ് അട്രാക്ട് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ടൈം 24 അവേഴ്സ് എല്ലാവർക്കും ഉള്ള ടൈമാണ്. പക്ഷെ ആ ടൈം ഇല്ല എന്നുള്ള കാര്യമാണ് അധികം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ടൈമിന് കറക്റ്റ് ആയിട്ട് ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തുന്നത് ഈ ഗോൾ സെറ്റിംഗിന്റെ പ്രോഗ്രാമിൽ വ്യക്തമായി പഠിപ്പിക്കും. പിന്നെ അതിലുള്ളത് നമുക്കുള്ള ലിമിറ്റഡ് ബിലീഫ്. നമ്മുടെ ബിലീഫ് എത്രത്തോളാണെന്ന് നമുക്കറിയാം. ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ പാടുള്ളൂ ഇങ്ങനെ പാടുള്ളൂ ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അത് അതിൽ നമ്മൾ എത്തിയേ പറ്റൂ. അപ്പൊ അതിനെല്ലാം കുറിച്ചിട്ട് വ്യക്തമായിട്ട് സാർ ഈ ഒരു ഗോൾ സെറ്റിംഗ്സിൽ നമുക്ക് ഉറപ്പായിട്ടും പഠിപ്പിച്ചു തരും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും അഫർമേഷൻസ് എഴുതുന്നുണ്ട്. ഈ അഫർമേഷൻ എഴുതാന്ന് വെച്ചാൽ അത് നമ്മളിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരു പേരിന് ഇങ്ങനെ എഴുതുന്നതല്ല അഫർമേഷൻ എന്ന് പറയുന്നത്. അതിനൊരു മെത്തേഡ് ഉണ്ട് അഫർമേഷൻ എഴുതുന്നതിന്. അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണം. നമ്മൾ വെറുതെ എഴുതിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ അഫർമേഷൻസ് കൊടുക്കുമ്പോഴും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അഫർമേഷൻസ് ആണ്.
നമ്മളിപ്പോ സാർ എപ്പോഴും പറയാറുള്ള പോലെ ഒരു മനുഷ്യന് ഒരു ദിവസം 30,000 മുതൽ 60,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ 80% നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരിക നമ്മളുടെ അടുത്ത് സാർ എപ്പോഴും പറയാറുള്ളതാണ്. അത് സത്യമാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അഫർമേഷൻസ് ആണ്. അപ്പൊ അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ അഫർമേഷൻ എഴുതുന്ന കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആണെങ്കിലും ശരി, ഇനി നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് എങ്ങനെയാണ് അട്രാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ സാറ് ഗോൾ സെറ്റിംഗ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഗോൾ സെറ്റിംഗ്സ് എന്നുള്ളത് നമുക്കൊരു 1,080 രൂപയ്ക്ക് നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ഡീപ്പ് ലെവലിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ് എന്ന് ഉറപ്പാണ്. അപ്പൊ അതിലോട്ട് എല്ലാവരും വരാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് അറിയാത്ത പല കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ കിട്ടാൻ പോണത്. All right, very good. Thank you so much, Asma. You are such a fantastic speaker. അത്രയും വളരെ വ്യക്തമായിട്ട് അല്ലേ? എങ്ങനെയുണ്ട്? താങ്ക് യു സർ. അസ്മ വളരെ നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കോഴ്സിനെ കുറിച്ചൊന്നും. കാരണം അസ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫാന്റാസ്റ്റിക്. ഇപ്പം ഇത്ര എല്ലാവരോടും പറയാനുള്ളത് കോഴ്സിലേക്ക് എന്ത് ചെയ്യുക, എല്ലാവരും വരിക, ജോയിൻ ചെയ്യുക. ഇനി അസ്മ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കോഴ്സിലേക്ക് വന്നു, ഹീലിംഗ് നടത്തി, ഇതൊക്കെ ചെയ്തപ്പോൾ ആരോടാണ് ആ ഹീലിംഗ് നടന്നതിനും ഈ അവസരം ലഭിച്ചതിനൊക്കെ ആരോടാണ് നന്ദി പറയാനുള്ളത്? whom you want to thank? ആരോട് നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് സാറിന്റെ അടുത്ത് തന്നെയാണ് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതൊരിക്കലും തീരില്ല. കാരണം എനിക്ക് എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹമാണ് സാറിന്റെ ഈ ഒരു ജേണിയിൽ ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ സാറിനെ കാണുക എന്നുള്ളത്. അത് ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് നടക്കും. അതേപോലെ തന്നെ ശരത് സാറിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും തീരൂല. ശരത് സാറാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരാനുള്ള ഏക വ്യക്തി എന്ന് തന്നെ പറയാം. അതേപോലെ സുനു മാം ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനും അതേപോലെ തന്നെ എന്താ പറയാ ഹീലിങ്ങിനും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളെ വിളിച്ചിട്ടും ഒരുപാട് ഒരു മെന്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുനു മാം. പിന്നെ ഹാജറ മാമിന്റെ ഹീലിംഗ് എന്താ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചേഞ്ചസ് എന്റെ ലൈഫിൽ വന്നത് ഹാജറ മാമിന്റെ ഹീലിംഗ് ആണ്. അതെനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ EFTയിലുള്ള സാറിന്റെ ആ ഓരോ സെഷനും ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അതേപോലെ എന്നിലേക്ക് എത്തുന്ന ഓരോരുത്തർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് അസ്മ ഫോർ എ വണ്ടർഫുൾ സെഷൻ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഡിയൻസിനുള്ള അവസരമാണ്. നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും അസ്മയോട് ചോദിക്കാം. ഷീ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൈഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം അസ്മ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓഡിയൻസിനുള്ള അവസരമാണ്. എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. അസ്മ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ചോദിച്ചോളൂ. റസാഖ് സാർ ചോദിച്ചോളൂ. സാറിന് ഇന്നലെ രാത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ സാറിന്റെ. ഞാൻ ശരിക്കും നല്ല പോസിറ്റീവ് ആയിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഈ മെഡിറ്റേഷനിലും കൂടി പങ്കെടുത്തോട് കൂടി നല്ല ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. ഇതിന് സാറിനോട് ഞാൻ നന്ദി പറയുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട്. പിന്നെ ഇപ്പൊ സംസാരിച്ച അസ്മ മാഡത്തിലൂടെയാണ് ഞാൻ EFTയിൽ വന്നത്. ആ മെഡിറ്റേഷനിൽ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടു വന്നാണെങ്കിലും ഈ മെഡിറ്റേഷന് EFTനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അസ്മ മാഡം. മാഡത്തിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അതുപോലെ സാവിശാറിന് വളരെ ഭയങ്കര നല്ല എനർജി. കാരണം നമ്മൾ ഓരോ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഓരോ കാര്യത്തിൽ നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് അതുമാതിരി സെൽഫ് ലവും ചെയ്യുക. ഈ രണ്ട് ടൂൾസ് തന്നെ ഭയങ്കരമായിട്ട് എഫക്ട്. എനിക്ക് തോന്നുക ഇനി ഒന്നും ആവശ്യമില്ല, ഇത് കൂട്ടിയിട്ട് പോയാൽ മതി. അത്രയ്ക്ക് എഫക്ട് ചെയ്യുന്നു. സത്യം, ഞാൻ മനസ്സിലൊക്കെ പറയാം. എനിക്കറിയാം. റസാഖ് സാർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പം നിലവിൽ എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ട് പറയണം. റസാഖ് സാർ നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യം ജോയിൻ ചെയ്യിപ്പിച്ചത് മകളെയാണ് അല്ലേ? പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മകൾക്ക് ഒരു ഹെൽപ്പും സപ്പോർട്ടും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മനസ്സിന്റെ ഒരു നന്മ, നല്ലൊരു ഫാദർ എന്നുള്ള നിലക്ക് മകളുടെ ലൈഫിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവണം, മകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മകളെ പ്രോഗ്രാമിലേക്ക് എത്തിക്കുകയും ഈവൻ അപ്പോഴൊക്കെ ആണെങ്കിൽ പോലും റസാഖ് സാർ സംസാരിക്കുമ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ മകള് റെഡി ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ആ ഒരു
സംസാരവും ആ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെയായിരുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം പ്രോഗ്രാം എന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ അസ്മ ഇങ്ങനെ കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാന്ന് തോന്നുന്നു. എന്തായാലും പ്രോഗ്രാമിൽ വന്നു. ഇപ്പം റസാഖ് സാറിന്റെ ആ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടല്ലോ, ഐ എം റിയലി ഹാപ്പി. കാരണം ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഓരോ ക്ലയൻസിനെ കുറിച്ച് സംസാരിക്കും. അപ്പം നിങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം മെമ്പർ ആയിട്ടുള്ള സുനുമാമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ് യെസ്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് സംശയങ്ങളും ഒരുപാട് എന്താ പറയാ, ഇത് എങ്ങനെ വർക്കാവോ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഓരോ ഘട്ടത്തിലും അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഉള്ളൊരു മാറ്റം എന്താണ് റസാഖ് സാർ? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ആസ് വെൽ? ഇന്നത്തെ ഈ ഒരു ഇസ്മി ദ റിയൽ മീ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളെ തിരിച്ചു കിട്ടി തുടങ്ങിയോ? ആകെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അല്ലെ? തീർച്ചയായിട്ടും ഇന്നലെ മുതൽ എനിക്ക് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ മോളുടെ ഒരു കാര്യത്തിൽ മാത്രം കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ളതുണ്ട്. നമ്മള് ശരിക്കും ഇതായിട്ടില്ല, ശരിക്കും മോള് പിന്നെ ഇതിൽ ഇൻവോൾവ് ആയിട്ടില്ല. അങ്ങനെ അതെ, അത് അവള് മെന്റലി ശരിക്കും ഇതിലേക്ക് വന്നിട്ടില്ല. അതിന്റെ ഒരു പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളുടെ ഈ ഒരു എനർജി ഷിഫ്റ്റ് ആകുന്നതോട് കൂടിയിട്ട് ഇനി അത് ഷിഫ്റ്റ് ആവും. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടിയല്ലോ. നമുക്ക് നമ്മളെ നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ എനർജി നെഗറ്റീവ് ആവുകയും, എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ്, നമുക്ക് നമ്മളെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മളുടെ എനർജി നഷ്ടപ്പെടുകയും നമ്മുടെ മക്കളോടാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിലുള്ളവരോടാണെങ്കിലും ശരി, സഹോദരങ്ങളോടാണെങ്കിലും ശരി, സുഹൃത്തുക്കളോടാണെങ്കിലും ശരി, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടാണെങ്കിലും ശരി, നമ്മുടെ പാർട്ട്നേഴ്സിനോടാണെങ്കിലും ശരി, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോടാണെങ്കിലും ശരി, നമ്മളുടെ കസ്റ്റമേഴ്സിനോടാണെങ്കിലും ഒക്കെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിലൊക്കെ നമ്മളുടെ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ തുള്ളി നിൽക്കും. ഇങ്ങനെ തള്ളി നിൽക്കും. ആ നെഗറ്റീവ് എനർജി തള്ളി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മളുടെ ലൈഫിൽ അത് നമ്മളെ ബാധിക്കും. അപ്പൊ പലപ്പോഴും മക്കളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ എനർജിയായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ എനർജി അതിൽ നെഗറ്റീവായിട്ട്, അപ്പൊ നിങ്ങളുടെ എനർജി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ, ഇത്രയും കാലം അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലായതുകൊണ്ട് തന്നെ അതും മകളുടെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെയും അവരുടെ പെരുമാറ്റത്തെയും ഒക്കെ അത് ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ ഫീലിങ്സിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഇനി നിങ്ങളെ തിരിച്ചു പിടിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, മകളുടെ ആ ഒരു എനർജി കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആകും. നിങ്ങളും മകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ ചേഞ്ച് ആവും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത്രയും കാലം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയിലാണോ ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും സാറ് ശരിക്കും ഒരു യഥാർത്ഥ ഒരു റിയൽ ട്രാക്കിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, സാർ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ട്രാക്കിലൂടെ കയറി പ്രാക്ടിക്കൽ ആവാല് ഞങ്ങൾ ഓരോരുത്തരും പോവാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി. അപ്പം തീർച്ചയായിട്ടും ആ ഒരു രീതിയിലുള്ള ഉഷാറായിട്ട് മുന്നോട്ട് പോകട്ടെ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഐ എം റിയലി ഹാപ്പി ഫോർ യു. നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് നിങ്ങളുടെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫാദർ ആൻഡ് ഡോട്ടർ, ഈ അച്ഛനും മോളും ഈ ഉപ്പയും മോളും ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് കാണണം. ദാറ്റ് ഈസ് അവർ, ഞങ്ങളുടെ ഓരോരുത്തർക്കും, നമ്മുടെ കോഴ്സിൽ വരുന്ന ഓരോരുത്തർക്കും പല സ്വപ്നങ്ങളാണുള്ളത്, പല ആഗ്രഹങ്ങളാണുള്ളത്. ആ ഓരോ ആഗ്രഹങ്ങളും ഞങ്ങളുടേതും കൂടിയാണ്. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ജേണി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ഞാനത് പറയുമ്പോൾ എനിക്ക് കണ്ണിൽ വെള്ളം നിറയും. അത്രയ്ക്കും എന്താ പറയാ, ഇറ്റ്സ് റിയലി ഇൻസ്പയറിങ്. നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ചേഞ്ച് കാണുമ്പോൾ, ആ ചേഞ്ച് കണ്ടിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യണം, വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നമുക്കുണ്ടാവണം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ യുവർ ഡോട്ടർ. അദ്ദേഹത്തിന്റെ മകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഷീ ഈസ് സോ മെച്യൂർഡ്, ഭയങ്കര മെച്യൂർഡ് ആണ്. ആളായിട്ട് സംസാരിച്ചപ്പോൾ ഹാജറ മാം എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ലൈക്ക് ശരിക്കും ട്രെയിനിങ് കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് കോഴ്സ് എടുക്കുന്ന ഹാജറ മാം, അവര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മോളോട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 28-30 വയസ്സുള്ള ഒരാളോട് സംസാരിക്കുന്ന മെച്യൂരിറ്റി ഉണ്ട്. ആ മെച്യൂരിറ്റി ഉള്ള ആൾക്ക് ഒരു എന്താ പറയുക, നിങ്ങളുടെ എനർജി ചേഞ്ച് ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഫാദറിനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഷീ വിൽ കോൺകർ ദ വേൾഡ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഷീ ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്. ആൾക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ്. ആള് ഉഷാറായിട്ട് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കേപ്പബിൾ ആയിട്ടുള്ള, ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മോളാണ്. സോ ഓൾ ഷീ നീഡ്സ് ഈസ് എ റൈറ്റ് എൻവയോൺമെന്റ്, റൈറ്റ് സപ്പോർട്ട് സിസ്റ്റം.
ആൻഡ് എ റൈറ്റ് പാരന്റ്, എ റൈറ്റ് ഫാദർ. ആ ഒരു എന്താ പറയുക, ആ റൈറ്റ് ഫാദർ, ആ റൈറ്റ് പാരന്റ് ആയിട്ട് മാറാൻ, ആ സിറ്റുവേഷൻ, ആ ഫാമിലി സിറ്റുവേഷൻ, ആ സേഫ്റ്റി, മക്കൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് എ സിറ്റുവേഷൻ വി ക്യാൻ ക്രിയേറ്റ് എ സേഫ് എൻവയോൺമെന്റ് ആണ്. ആ സേഫ് എൻവയോൺമെന്റ് അവർക്ക് കിട്ടിയാണല്ലോ, ദേ വിൽ ഷൈൻ ലൈക്ക് എനിത്തിങ്. നമുക്കൊക്കെ കിട്ടാതെ പോയത് അതാണ്. നമുക്ക് കൊടുക്കേണ്ടത്, നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. സോ റസാഖ് സാറിന് ഇനി അത് കൊടുക്കാൻ കഴിയും, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അത് സാധിക്കട്ടെ. ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് ഷീ വിൽ ഷൈൻ ലൈക്ക് എനിത്തിങ്. അത് മാത്രമാണ് മിസ്സിംഗ് ഉണ്ടായിരുന്നത്. ആ മിസ്സിംഗ് ആണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ അത്രയും പറഞ്ഞ സാറ് പ്രോഗ്രാമിൽ വരണം 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 വരണം. Because she's so talented. I'm really proud of her. Anyway, Aisha ma'am, okay. And mentor is also taking care of her. Okay, Aisha ma'am, are you there? Thank you so much, Razak sir. Aisha ma'am, are you there? Okay. Is there anyone else? Okay. Anyone else? Thank you. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇന്നത്തെ ഇനി ആർക്കെങ്കിലും ഇതേപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഗോൾ സെറ്റിംഗിൽ ഹീലിംഗ് സെഷൻ ഉണ്ടോ? മുസ്ലിം മാം, ഓക്കെ. മുസ്ലിം മാം ചോദിച്ച ചോദ്യത്തിൽ ഗോൾ സെറ്റിംഗിൽ ഹീലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീലിംഗ് ഗോൾ സെറ്റിംഗിൽ ആക്ച്വലി ഇല്ല. നമ്മൾ ഹീലിംഗ് ഉള്ളത്, ട്രോമ ഹീലിംഗ് ഉള്ളത്, അത് നിങ്ങൾ 30 ദിവസം ഇരുന്ന് പഠിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ അതിൽ 10 ദിവസത്തെ ട്രെയിനിങ് കാര്യങ്ങളുമായിട്ടുള്ള ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം തന്നെ വരണം, EFT പ്രോഗ്രാം തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ ഹീലിംഗ് ഇല്ല. അതിൽ നമ്മൾ ചെയ്യുന്നത് മെയിൻലി നിങ്ങളുടെ വിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിഷൻ കറക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫോക്കസ് കറക്റ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ടൂളുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരിക. അതായത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് ഗോളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എഫിഷ്യൻസി ടൂളുകളുണ്ട്. ആ എഫിഷ്യൻസി ടൂളുകൾ നിങ്ങളെ പഠിപ്പിച്ചിട്ട് റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ നിങ്ങൾ കൊണ്ടുപോവുക. അത് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, കോൺഫിഡൻസ് കിട്ടും, നിങ്ങളുടെ വിഷൻ ക്ലിയർ ആകും, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള പ്ലാൻ കയ്യിലാകും, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എഫക്റ്റീവ് ആകും, നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി കറക്റ്റ് ആകും. സോ ആ പ്രോഗ്രാം അതാണ്. അതും ചെറിയ ഫീലാണ് നമ്മൾ ചെയ്യുന്നത്. 5 ദിവസത്തെ ട്രെയിനിങ് 1899 ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് ടൈം ഈ പ്രോഗ്രാം വരുമ്പോൾ ഒരിക്കലും ഈ ഫീൽ കിട്ടില്ല. മിനിമം ഒരു 6,000 7,000 റേഞ്ചിൽ ഇതിന്റെ ഫീ വരും. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആരും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. 30 ഡേയ്സ് പ്രോഗ്രാമിന്റെ ഫീ എന്താണ്? ഓക്കെ, ഇവരൊക്കെ ചെയ്തത് 30 ഡേയ്സ് പ്രോഗ്രാമാണ്. നമ്മുടെ അസ്മ ആയിക്കോട്ടെ, റസാഖ് സാർ ആയിക്കോട്ടെ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും, റസാഖ് സാർ ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഐ തിങ്ക് 5th ഡേ ആണ് ഇപ്പൊ കഴിഞ്ഞത് അല്ലേ റസാഖ് സാർ? ഇന്നലെ 5ാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ ദിവസം 5th ഡേ ആണോ 4th ഡേ ആണോ? ഐ തിങ്ക് 5th ഡേ ഐ തിങ്ക്. ഇത്രയും ദിവസം കഴിയുമ്പോഴേക്കും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ വന്നു, അദ്ദേഹത്തെ തിരിച്ചു കിട്ടി, അദ്ദേഹത്തിന്റെ ഹീലിംഗ് നടക്കാൻ തുടങ്ങി. സോ ഈ ഒരു ചേഞ്ച് ആ ലെവലുള്ള ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ആ ഒരു ഈ ഒരു സംഗതി 1 മിനിറ്റ് പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ ആ ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിൽ വന്നിട്ടാണ്. അപ്പൊ അതിന്റെ ഫീ വരുന്നത് 9,800 ആണ്. 9,800 രൂപയാണ് അതിന്റെ ഫീ വരുന്നത്. അടുത്ത ബാച്ചിലേക്ക് അതിന്റെ ഫീ ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫീസ് ഒന്ന് കമന്റ് ചെയ്യാവോ? ജസ്റ്റ് കമന്റ് ചെയ്യാവോ? ലൈക്ക് നമുക്ക് 3 ഡെഡ് ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാന ഘട്ടത്തിൽ പേയ്മെന്റ് അടക്കാം. അത് ഒരു പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് 13-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക്, അല്ല 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് അടക്കാം. അതേപോലെ തന്നെ ഈ വരുന്ന 7-ാം തീയതിക്കുള്ളിൽ പേയ്മെന്റ് അടക്കാം. ഇത് 3 ഓപ്ഷൻസ് ആണ്. ഓരോന്നിനും നേരത്തെ അടക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. നേരത്തെ അടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് 2,000 റുപ്പീസ് 3,000 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്താൽ മതി. ആ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാമിന്റെ അതിലേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടും. അങ്ങനെ എൻട്രി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. പ്ലീസ് വെയിറ്റ്. അധികം ഇനി ചാറ്റ് ചെയ്യരുത്, ഞാനതൊന്ന് വായിക്കട്ടെ. ഓക്കെ.
നിങ്ങൾ 5-ാം തീയതിക്കുള്ളിൽ 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്ച്വൽ ഫീ വരുന്നത് 12,800 കോഴ്സ് ഫീ വരുന്നത്. ഓക്കെ, 12,800 കോഴ്സ് ഫീ വരുന്നത്. ഓക്കെ, 26-ാം തീയതിയാണ് ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നടക്കുന്നത്. 12,800 കോഴ്സ് ഫീ വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു കൂടുമെന്നുള്ളത് കോഴ്സ് ഫീ. പക്ഷെ നിങ്ങൾ 15-ാം തീയതിക്കുള്ളിലാണ് അത് ചെയ്യുന്നത് എങ്കിൽ 15-ാം തീയതിക്കുള്ളിലാണ് നിങ്ങളത് ചെയ്യുന്നത് എങ്കിൽ ചാറ്റിംഗ് ദയവ് ചെയ്ത് നിർത്തുക കേട്ടോ. 15-ാം തീയതിക്കുള്ളിലാണ് നിങ്ങളത് ചെയ്യുന്നത് എങ്കിൽ 1 minute. Where is this? ആരാണ്? ഒന്ന് കമന്റ് ചെയ്യാവോ? 15-ാം തീയതിക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഫീസ് ഒന്ന് കമന്റ് ചെയ്യാവോ ടീം മെമ്പേഴ്സ് പ്ലീസ്. ഡു ഇറ്റ് പ്രോപ്പർലി. ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, ഡു ഇറ്റ് പ്രോപ്പർലി. അതർവൈസ് പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഡോണ്ട് കൺഫ്യൂസ് മീ. ഗിവ് മീ സർ പ്രോപ്പർ. 7-ാം തീയതിക്ക് മുന്നേ ആണെങ്കിൽ 10,500. 7-ാം തീയതിക്കുള്ളിലാണെങ്കിൽ 10,500. പിന്നെ 15-നുള്ളിലാണെങ്കിൽ 13, 15 ആ ഒരു സമയത്തിനുള്ളിലാണെങ്കിൽ 11,600. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ നമ്മുടെ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും ഫസ്റ്റ് സെഷൻ വരുന്നത് കാലിക്കറ്റ് വെച്ചിട്ട്. അത് 4 days നമുക്ക് ഓൺലൈനിൽ കൊടുക്കുന്നത് 26-ന് ഓഫ്ലൈൻ ആയിട്ട് കാലിക്കറ്റ് വെച്ച് കിട്ടും. പിന്നെ നമുക്ക് 6 days ക്ലാസ് വരുന്നത് ഓൺലൈനിൽ. പിന്നെ നമുക്ക് മെമ്പർ സപ്പോർട്ട് ഉണ്ടായിരിക്കും 20-30 days. പ്രോഗ്രാമിന് എന്തുകൊണ്ട് എത്രയും ഫീസ് കൂടുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രോഗ്രാമിന്റെ ഇതിന്റെ ഫസ്റ്റ് ഡേ ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ അല്ല. കംപ്ലീറ്റ്ലി ഓൺലൈൻ അല്ല ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഡേ ഓഫ്ലൈൻ ആണ്. അപ്പൊ നമുക്ക് ഹോട്ടലിൽ വലിയ എക്സ്പെൻസ് വരുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി ഏകദേശം പകുതിയോളം നമ്മൾ ആ ഒരു 1 day പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പൊ അത് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് വരാം. ഓക്കെ, ഈ പ്രോഗ്രാമിലേക്ക് വരാം. നേരിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ വരാം. ഓൺലൈനിൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം EFT ചെയ്തവർക്ക് ഇനി അവസരമുണ്ടോ? EFT ചെയ്ത ആൾക്കാർക്ക് തന്നെ അവസരമുണ്ട്. അപ്പോൾ നമ്മളുടെ ഞാൻ നടത്തുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് EFT റിപ്പീറ്റ് ചെയ്യാവുന്നവർക്ക് സ്പെഷ്യൽ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, EFT ചെയ്ത ആൾക്കാർക്കും അവസരമുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ ഈ ഒരു കാര്യം ജസ്റ്റ് അറിയിച്ചെന്നേ ഉള്ളൂ. 12,800 പ്രോഗ്രാം. നിങ്ങളത് 15-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ 26-ാം തീയതി പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ജനുവരി. 15-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ 11,600. 7-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ 10,500 നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓഫ്ലൈൻ ഇവന്റും കൂടെ ഉണ്ട്, മനസ്സിലാക്കുക. സോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പേയ്മെന്റ് കുറവാണ്. ഓൾറെഡി ഓൺലൈൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പേയ്മെന്റ് കുറവാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് നൽകുകയാണ്. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. ഇറ്റ് വിൽ ബി ആൻ അമേസിംഗ് പ്രോഗ്രാം. താങ്ക് യു. ഓഫ്ലൈൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ. ഓക്കെ, താങ്ക് യു എവറി വൺ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സാറേ, ചോദിച്ചോളൂ. നമ്മൾക്ക് എൻ്റെ ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിൽ നമ്മൾക്ക് വരുമാനം കിട്ടാൻ, വരുമാനത്തിൽ കൂടുതൽ ചിലവ് എനിക്ക് വരുന്നത് ഇപ്പോഴേ. അത് നമ്മൾക്ക് വരുമാനം കൂടാൻ വേണ്ടി അഫർമേഷൻ കൊടുക്കലാണോ നല്ലത്, അല്ല വിഷമം വിചാരിച്ചിട്ട് ഹീൽ ചെയ്യലാണോ നല്ലത്? നിങ്ങൾ EFT പഠിച്ച ആളാണോ? അല്ലേ? അത് ഇക്ബാലാണ്. ഇക്ബാൽ സാറാണ്, EFT പഠിച്ചതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസും എഴുതണം. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടാപ്പിങ്ങും ചെയ്യുക. അതിന്റെ വിഷമം എടുത്തിട്ട് 0 ആക്കിയിട്ട് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് ആ ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ അത് ഉപയോഗിക്കുന്നത്? അതെ, ട്രാൻസ്പോർട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരുമാനം ലഭിച്ചു എന്ന് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതേപോലെ തന്നെ ആ വാഹനത്തോട് ഒരു കാര്യം ചെയ്യുക. ആ വാഹനം ഇങ്ങനെ കേടുപാടുകൾ സംഭവിച്ചിട്ടാണോ നഷ്ടം സംഭവിക്കുന്നത്? അതെ അതെ. അപ്പൊ അതിന് പണികൾ വരാണ് വർക്ക്ഷോപ്പ്. ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഏറ്റവും നല്ലൊരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം. പലപ്പോഴും ഭയങ്കര മാജിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ഓരോ വസ്തുക്കളോടും നന്ദി പറയേണ്ട പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഓർമ്മയുണ്ടോ സാറിന്? ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വാഹനം മനസ്സിൽ കണ്ടിട്ട് ആ വാഹനത്തോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഓക്കെ, അതായത് നന്നായിട്ട് നിങ്ങളെ ഇത്രയും യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നന്ദി പറയുക, നന്ദി ഫീൽ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അത് നന്നായിട്ട് ഫീൽ ചെയ്യുക.
വാഹനത്തെ നന്നായിട്ട് ഒരു സ്നേഹിക്കുന്ന ഒരു എക്സ്പീരിയൻസിലൂടെ ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. പിന്നീട് എൻ്റെ മകന്റെ പേരുള്ള വാഹനമാണ്. പക്ഷെ അവൻ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലും മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. So ഞാൻ മാത്രം ചെയ്താൽ നിങ്ങൾ മതിയാവില്ല. ചെയ്താൽ മതി. That's enough. Okay, sir. ആ മിറക്കിൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് ആ, കാണാം. സാധ്യതയെല്ലാം പറഞ്ഞ അവർ കുറേശ്ശെ ചെയ്യാറുണ്ട്. ബസ് സ്നേഹിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ അഫർമേഷൻ കൂടി എഴുതാൻ വേണ്ടി ഓക്കെ, നന്നായിട്ട് എന്ത് ചെയ്യുക, ഇത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ പറയുക കേട്ടോ. നന്നായിട്ട് എന്താ വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് കണ്ണടച്ചിരുന്നിട്ട് മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് നന്ദി പറയുക. നിങ്ങൾ അതിൽ ഒരുപാട് യാത്ര ചെയ്തതല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചതല്ലേ, അതിനൊക്കെ അറിഞ്ഞിട്ട് നന്ദി ഫീൽ ചെയ്തിട്ട് പറയുക കേട്ടോ. ഒരു പുതുതായിട്ട് ഇപ്പൊ കഴിഞ്ഞ മാസം ഇറക്കിയ ബസ്സാണത്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നിങ്ങൾ ഈ അപകടം പ്രയാസങ്ങളൊക്കെ വന്ന സമയത്ത് ആ വാഹനത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിരുന്നോ? ഇല്ല, മനസ്സിൽ വിഷമമുണ്ട്. ഇതിപ്പം ടൂറിസ്റ്റ് ബസ്സാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലാകും, ആവട്ടെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ചെയ്യാം. പിന്നെ വാഹനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ, അപ്പൊ ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ഇനിയിപ്പോ വാഹനത്തിന് ഒരു പണി എടുപ്പിക്കുകയാണെങ്കിൽ, വർക്ക്ഷോപ്പിൽ കാണിക്കുകയാണെങ്കിലും ഒരു സ്നേഹത്തോടു കൂടി, താല്പര്യത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടിയിട്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നമ്മളിങ്ങനെ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നുകൊണ്ട് എന്താണ് ഈ വണ്ടി ഇങ്ങനെ കേടുവരുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ നന്നാക്കിയിട്ട് ആക്കുന്നതിന് പകരം മറിച്ച് എന്താ വെച്ചാൽ നന്നായിട്ട് ഒരു എന്താ പറയുക, ആ വാഹനത്തോട് ഒരു സ്നേഹം, ഒരു ഇഷ്ടം അത് ഫീൽ ചെയ്തുകൊണ്ടും അതിനോടൊരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടും അത് പറഞ്ഞുകൊണ്ടും ശരിക്കും മനസ്സിൽ അതിനോടൊരു എനർജി, പോസിറ്റീവ് എനർജി കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മൾ അതിനെ ആ ഒരു വാഹനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. തീർച്ചയായിട്ടും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാം. ഓക്കെ, ഷെയറാവട്ടെ. തീർച്ചയായിട്ടും നല്ല വരുമാനവും ലഭിക്കും. പിന്നെ വിഷ്വലൈസ് ചെയ്യുക, ആ വാഹനം ഉപയോഗിച്ച് നിങ്ങൾ നല്ല ബിസിനസ് ചെയ്യുന്നതും ഒരുപാട് യാത്രകൾ പോകുന്നതും ഒരുപാട് നല്ല ബിസിനസ് ചെയ്യുന്നതും വരുമാന മാർഗം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പം എവറിത്തിങ് വിൽ ബി ഫൈൻ കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ജുവൈന മാം ചോദിച്ചോളൂ. സാറ്, സാറിന്റെ ഒരു മോർണിംഗ് സെക്ഷനിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ രാവിലെ ഒരു 5 AM ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുവഴി ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയ ആളാണ് ഞാന്. കാരണം അതിൽ പറഞ്ഞ് എക്സസൈസും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഹാബിറ്റായി മാറിയിട്ടുണ്ട് ഇപ്പോ. ഈ സാറിന്റെ ആ ഒരു പ്രോഗ്രാം വഴിയാണ് എനിക്കത് ഹാബിറ്റായി മാറിയിട്ടുള്ളത്. പക്ഷെ സാർ തന്നെ പറഞ്ഞു, കുറെ നമ്മൾ അങ്ങോട്ടേക്ക് അത് അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ തോന്നും, അതെന്തിനാ ഇപ്പൊ ചെയ്യുന്നേന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ് വരാനുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേന്നുള്ളത് അന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ അടുത്തുനിന്ന് അപ്പൊ എനിക്ക് നല്ല ഒരു ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു. അതുകൊണ്ട് എനിക്കത് അത്ര മൈൻഡിൽ കയറിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാനത് അങ്ങനെ ഒരു മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാവോ? എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അതായത് ഇപ്പൊ നമ്മൾ 5 മണിക്ക് എണീറ്റു, പിന്നെ എക്സസൈസ് കാര്യങ്ങൾ ഓരോന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഈ ഒരു കാര്യങ്ങൾ മൊത്തം എനിക്ക് ഹാബിറ്റായി മാറിയിട്ടുണ്ട്. പക്ഷെ അതിപ്പോ ചെയ്യാന് ഇതിപ്പോ എന്തിനാ ചെയ്യണേ, എന്തിനാ ഞാൻ ഇത്ര നേരത്തെ എണീക്കുന്നത് എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് എത്തി സാർ. പക്ഷെ ഇതിനെ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് ക്ലാസ്സില്. പക്ഷെ ഞാൻ അന്ന് അത്ര ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ അന്ന് നല്ല സൂപ്പറായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ടൈമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആ ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെ ഓവർകം ചെയ്യാം? തീർച്ചയായിട്ടും ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തിനാ ചെയ്യുന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് വന്നില്ലേ? ഓക്കെ, ആ ചോദ്യം തന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതേ ചോദ്യം തലക്കെട്ടായിട്ട് എന്ത് ചെയ്യുക, ടൈറ്റിലായിട്ട് എന്ത് എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ എഴുതുക. എന്തിന് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം, എന്താണ് കണ്ടിന്യൂ ചെയ്താലുള്ള ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തെല്ലാമാണ്. ഇത് ഞാൻ എഴുതിക്കോളൂ. ഇത് ഞാൻ തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങൾ എനിക്കുണ്ട്, അത് എഴുതുക. ഓക്കെ, ഇത് ഞാൻ തുടർന്നിട്ടില്ലെങ്കിൽ, പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലാം നഷ്ടങ്ങൾ എനിക്കുണ്ടാവാൻ സാധ്യതയുണ്ട്, എൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും, ഇത് ഞാൻ തുടർന്നു പോയിട്ടില്ലെങ്കിൽ എഴുതിക്കോ, ഇത് ഞാൻ തുടർന്നു പോയിട്ടില്ലെങ്കിൽ എൻ്റെ എനർജി എന്തായിരിക്കും, എൻ്റെ സംസാര രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും, ഏതെല്ലാം രീതിയിൽ അത് നെഗറ്റീവായി പോകാൻ സാധ്യതയുണ്ട്, എൻ്റെ ബിഹേവിയറിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും, എൻ്റെ ബോഡി ലാംഗ്വേജിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും, എൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും, എൻ്റെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരും, ഏതെല്ലാം രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും, എനിക്കിത്
ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് മക്കൾക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പ്രചോദനം നൽകുന്ന അവർക്ക് അഭിമാനത്തോടു കൂടി അവർ നോക്കിക്കാണുന്ന ഒരു ഉമ്മയായിട്ട് എനിക്ക് മാറാൻ സഹായിക്കുമോ? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു കൺഫ്യൂഷൻ, നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് പോയി വേറെ കുറച്ച് പ്രശ്നങ്ങളും വേറെ കുറച്ച് പ്രയോറിറ്റീസും വേറെ കുറേ കാര്യങ്ങളും നമ്മുടെ ഫോക്കസിലേക്ക് വരും, നമ്മുടെ ഫ്രെയിമിലേക്ക്, നമ്മൾ കാണുന്ന കാഴ്ചയിലേക്ക്, നമ്മുടെ ജീവിതത്തിലെ പല പല കാര്യങ്ങൾ കടന്നു വരും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നിലവിലുള്ള ഈ സാധനം ഇങ്ങനെ വെയ്ഗായിട്ട് അവ്യക്തമായിട്ട് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോവുകയും, അല്ലെങ്കിൽ അതിനോടുള്ള എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു പോവുകയും, അതിനുള്ള ചിന്തകൾ കുറഞ്ഞു പോവുകയും, ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചിന്ത വരുന്നത്, ഇതിപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ആ താല്പര്യവും ആ ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് ഇങ്ങനെ പതിയെ നഷ്ടപ്പെടും. ആൻഡ് ദാറ്റ് ഈസ് നോർമൽ ആൻഡ് ദാറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യരുത്. നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കോഴ്സിൽ, ഒരിക്കലും റെസിസ്റ്റ് ചെയ്യരുത്. എന്ത് ഫീലിങ്സ് വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ സാരമില്ല, റെസിസ്റ്റ് ചെയ്യരുത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ, അത് നോർമലാണ്, അത് സ്വാഭാവികമാണ്, അത് നാച്ചുറലാണ് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾ മനസ്സിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സമാധാനിക്കുക, റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ആ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തായിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നാച്ചുറലാണ്. അപ്പോൾ വീണ്ടും ഇരുന്ന് എഴുതുക, എന്തിനു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ആ കാരണങ്ങളൊക്കെ അതിലുണ്ട്. മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതൊക്കെ നിങ്ങൾക്കുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഈ സാറ് വഴി ശരിക്കും പറഞ്ഞാല് എൻ്റെ ലൈഫിലും എൻ്റെ കുടുംബത്തില് ഒരുപാട് ആൾക്കാർക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മോർണിംഗ് ക്ലാസ്സിൽ ഞാൻ സാധാരണ ടൈമിൽ കിച്ചണിലായിരിക്കും. ഇപ്പൊ എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഇപ്പൊ എനിക്കിതിൽ സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ ആ സമയത്തായതുകൊണ്ടാണ് എനിക്ക് ഇത് സാറിൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്യാനൊന്നും പറ്റാതെ പോയിട്ടുള്ളത്. അപ്പോ എൻ്റെ ഉമ്മ ജോയിൻ ചെയ്തിരുന്നു, എൻ്റെ സിസ്റ്റർ 2 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല ചേഞ്ചസ് ആണ്. ഇപ്പൊ എൻ്റെ ഉമ്മക്ക് സാധാരണ തന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും ഒരു വഴക്കായി മാറുന്ന പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ ഇമ്മന്നെ ഇപ്പൊ പറയാറുണ്ട്, ചിലപ്പം പുറത്തിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പം വല്ലാതെ എനിക്ക് മാറ്റം വന്നത് ഫീൽ ചെയ്യാനൊന്നും കഴിയുന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും നല്ല സമാധാനവും സന്തോഷവും ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇതില് വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് നമ്മൾ ഈ അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു ഫീലിംഗ് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇതിന്റെ എത്രത്തോളം നമുക്ക് വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. ഇപ്പോ ഇതിൽ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ മോർണിംഗിൽ ഒരു 1001 വട്ടം നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. എൻ്റെ ഉമ്മക്ക ശരിക്കും എൻ്റെ ഉമ്മന്റെ കൈയിന് ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. കൈയിന്റെ ഒരു നരമ്പിന് ഒരു ഇഷ്യൂ ആയിട്ട് കൈ തരിപ്പൊക്കെ ഉള്ള ടൈപ്പ് ആളായിരുന്നു. അപ്പൊ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാ. ആ ആളിപ്പോ 1001 വട്ടായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണ ഒരു തിരക്കിലാണ് സത്യം പറഞ്ഞാൽ. അപ്പം പറയാം, ഞാനിതൊന്നും എഴുതാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, ബുക്കൊക്കെ നിറഞ്ഞാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചിരുന്ന അവസ്ഥ. അതുപോലെ തന്നെ എൻ്റെ ചെറിയ സിസ്റ്റർ ഗൾഫില് ആണ്. അവൾ ഒരുപാടായി ജോബിനാണ് ട്രൈ ചെയ്യുന്നു, ഒരുപാട് ഇന്റർവ്യൂസിനും കാര്യത്തിനൊക്കെ പോയി. അവസാനം ഈ ഡിസംബറിൽ ഇനി എന്തായാലും നാട്ടിലേക്ക് വരാമെന്നുള്ള ഇതിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കായിരുന്നു. 2-3 ദിവസമേ ഉള്ളൂ ടിക്കറ്റ് എടുക്കാന്നുള്ള ലെവലിലാണ്. പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോയി, അത് അവൾക്ക് കിട്ടണം. അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഒരാളടുത്ത് സംസാരിക്കാൻ മടിയും പേടിയും ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ആളായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു അവരുടെ മെന്ററിന്റെ അടുത്ത് ഇത് തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ ഒരു പ്രൊബേഷൻ പീരീഡ് ആണ്. അപ്പൊ ഇത് ശരിക്കും ഉറപ്പായിക്കോട്ടെ എന്നിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ അത് മിസ്സായി പോവോ എന്നുള്ള ആ ഒരു ചെറിയൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പറഞ്ഞിട്ടാണ് അവൾ മെന്ററിന്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും അവിടെ ഒരു ഗൾഫിൽ അങ്ങനെ ഒരു ജോബ് അവളെപ്പോലത്തെ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും നല്ല മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. റിയലി ഹാപ്പി ഫോർ യു. എന്തായാലും വളരെയധികം സന്തോഷം കാര്യങ്ങൾ കേൾക്കുമ്പം, ഈ എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും കൂടുതൽ മിറക്കിൾസ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലും സംഭവിക്കട്ടെ. അപ്പം നസ്രീൻ ഷഹീല പറയുന്നു, ഗൂസ് ബംസ് ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രോഗ്രാമിലേക്ക് വരിക. നസ്രീൻ ഷഹീല, ലൈക്ക് ആർ യു ദേർ? ലൈക്ക് നിങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ നസ്രീൻ?
പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തതാണ്. ഞാൻ 4th ബാച്ചിലുണ്ടായിരുന്നു. അതെ നസ്രീൻ. ഓക്കെ നസ്രീൻ. ഓക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇരിക്കപ്പുറത്ത് കിട്ടില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന ഉള്ള ഒരു ഫീൽ വരും. വെരി ഗുഡ്. നമുക്ക് ഇങ്ങനെയൊക്കെ വരുമല്ലോ എന്നുള്ള. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സത്യം സൺഡേ പറഞ്ഞാലേ ഞാന് ശരിക്ക് ഉണ്ടായ ചേഞ്ചസ് ഒരുപാട് പറയാനുണ്ട്. അത് കംപ്ലീറ്റ് ഇവിടെ പറയുന്നില്ല. ഞാനതിൽ ഹൈലൈറ്റ് ചെയ്തത് മാത്രം എടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എൻ്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉമ്മ, എൻ്റെ മൂത്ത സിസ്റ്റർ, ഇളയ സിസ്റ്റർ, ഞാന്, എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും ചേർന്ന്. ഇനി എനിക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളും കൂടെ വരണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. ആളും ഇതിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയും ആളുകളിലുണ്ടായ പല മാറ്റങ്ങളുണ്ട്. എല്ലാം എനിക്കിവിടെ പറയാനുള്ള ഒരു ആ ഒരു ലെവലിലേക്ക് എത്താത്തോണ്ടാണ് ഞാൻ, സംഗതി കൊണ്ട് എത്താത്തോണ്ടല്ല, എനിക്ക് പറഞ്ഞെത്താത്തോണ്ടാണ് ഞാനിപ്പോ പറയാത്തത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെരി ഗുഡ്. ഐ എം താങ്ക് റിയലി യു ഹാപ്പി. സർ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുൻപ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുടെ ഒരു എനർജി ഉണ്ട്. ഇപ്പോ ഇത്രയും ആൾക്കാർ ചെയ്തപ്പോ ഫാമിലിയിലെ ഒരു എനർജി എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? ആ മുമ്പത്തെ എനർജി ഇപ്പോഴത്തെ എനർജി എന്ത്? നല്ല വ്യത്യാസമാണ്. കാരണം ഞാൻ ഇപ്പൊ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോ എനിക്കിപ്പോ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ആദ്യമൊക്കെ പല കാര്യത്തിന്, ചെറിയ കാര്യത്തിനൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഒക്കെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പണ്ട് ഒരുമിച്ച് നല്ലോണം സംസാരിക്കുകയും ചെയ്യും. പക്ഷെ അവരൊക്കെ വാക്കുകളിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. പക്ഷെ ഈ ഒരു വീട്ടിൽ തന്നെ ഉള്ള ഒരാള് ഒരു നെഗറ്റീവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. ആ വ്യക്തിയും കൂടെ ഒന്ന് ചേഞ്ച് ആവണം എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് അത് ചേഞ്ച് ആവാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അത് അങ്ങനെ ഒരു മരവിച്ചു പോയൊരു അവസ്ഥ ഉണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തിനെ കുറച്ചൊരു ടൈം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് എനിക്ക് തീർച്ചയായിട്ടും അത് പറയണ്ട. അവിടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ മതി. അവര് ഇവിടെ ഈ പ്രോഗ്രാമിൽ വരുന്നതും ഇരിക്കുന്നതും ഓക്കെ. വിഷ്വലൈസ് ചെയ്യുക. അവർക്ക് നന്നായിട്ട് അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനസ്സിൽ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ ആരെങ്കിലും കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് പാർട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതേപോലുള്ള വീട്ടിലുള്ള ഒരാളോ അല്ലെങ്കിൽ സഹോദരിയോ സഹോദരനോ അല്ലെങ്കിൽ ഫാദറോ മദറോ ഒക്കെ ഈ പ്രോഗ്രാമിലേക്ക് എത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റിലേറ്റീവോ ഫ്രണ്ട്സോ ആരുമാവട്ടെ, എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ കാണുക. ആ വ്യക്തി ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ വ്യക്തിയോട് വളരെ നല്ല രീതിയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ആക്ച്വലി അവരും പ്രയാസം അനുഭവിക്കുകയാണ്. നമ്മൾ പഠിച്ചത് മൂലം നമുക്കറിയാം. അവരും പ്രയാസം അനുഭവിക്കുകയാണ്. അവരും ഒരുപാട് പ്രയാസം ചിലപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള ട്രോമയിലൂടെയോ അല്ലെങ്കിൽ അവർ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമയിൽ നിന്നൊക്കെ അനുഭവിച്ചിട്ടുള്ള പല സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള പല വിഷമാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു നല്ല വ്യക്തികളാണ് ഓരോരുത്തരും. അപ്പോൾ നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളറിഞ്ഞു കഴിഞ്ഞാൽ, അവരനുഭവിച്ച ട്രോമകളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ തൊട്ട് മുമ്പിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും വളരെ നിഷ്കളങ്കരാണ്, പാവമാണ്, പ്രയാസം അനുഭവിച്ചവരാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു കമ്പാഷനോട് കൂടിയിട്ട്, ഒരു സ്നേഹത്തോട് കൂടിയിട്ട്, ഒരു ദയയോട് കൂടിയിട്ട്, കരുണയോട് കൂടിയിട്ട് നമ്മൾ അവരെ മനസ്സിൽ കാണുകയും നമ്മൾ അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും സംസാര വിഷയങ്ങൾ എന്തെങ്കിലും ഫോർഗീവ്നെസ് കൊടുക്കുകയും എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവുന്നതും നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നതും, നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ കേൾക്കുകയും ഈ കോഴ്സിനെ കുറിച്ച് അവരോട് പറയുകയും അവർ വളരെ നല്ല രീതിയിൽ അത് കേട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് പറയുകയും അങ്ങനെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഇരുന്ന് അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യാം. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ഹാപ്പൻ ആൻഡ് ദാറ്റ് ഈസ് ദ വേ. സ്നേഹമാണ് അതിനുള്ള വഴി. തീർച്ചയായിട്ടും കാരണം ആ വ്യക്തിക്ക് നല്ലൊരു ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് കാലം മുന്നേ തന്നെ ആള് പറയണ പല കാര്യങ്ങളും ഞാൻ കണ്ടു. ഒരുപാട് ഐഡിയാസ് മനസ്സിലുള്ള ആളാണ്. പക്ഷെ അതൊന്നും ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാനോ ഇതിനൊന്നും കഴിയുന്നില്ല. ഇതുപോലെ ചെറുപ്പകാലങ്ങളിലുള്ള ട്രോമ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്കത് മനസ്സിലാവും. അതുപോലെ ഉള്ളിൽ നന്നായിട്ട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആൾക്കത് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഞാനിപ്പോ ഈ ലാസ്റ്റ് 23-ാം തീയതി തുടങ്ങണ ഈ ഒരു ഇതിലേക്ക് ഞാൻ ആ 23-ാം തീയതി ചെന്നിട്ട് ഞാൻ അന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ മെന്റർ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ ഒരാളെ നമ്മൾ അങ്ങനെ പറഞ്ഞതാക്കരുത്. കാരണം അവരടുത്ത് നെഗറ്റീവ് വരുമ്പോൾ നമുക്കത് പ്രശ്നം വരും. അപ്പൊ എനിക്കിത് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കൂടുതൽ പറയാനും പറ്റില്ല. അപ്പൊ ഞാനൊരു കുറച്ചൊരു കാര്യത്തിൽ പറഞ്ഞു നിർത്തി. അപ്പൊ എനിക്ക് ചെറിയൊരു മാറ്റം
വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്തൊരു ഇതിലേക്ക് എങ്ങനെങ്കിലും അത് സമയമുണ്ടല്ലോ, ആ ടൈം ആവുമ്പോഴത്തേക്കും റെഡി ആവും എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും വിഷ്വലൈസ് ചെയ്യാൻ നമ്മുടെ ഓഫ്ലൈൻ ഇവന്റിൽ അദ്ദേഹം ഇരിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടോളൂ കേട്ടോ. ഈ ഓക്കെ വരുന്ന ഓക്കെ, താങ്ക് 26-ാം യു തീയതി സർ. നടക്കുന്ന പ്രോഗ്രാമിൽ ഓഫ്ലൈനിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണല്ലോ. സോ സുവൈന ആണെങ്കിലും വന്നിട്ടുണ്ട്, സുവൈനയുടെ സിസ്റ്ററും വന്നിട്ടുണ്ട്, ഉമ്മയും വന്നിട്ടുണ്ട്, അവരൊക്കെ ഓഫ്ലൈനിൽ വന്ന ആൾക്കാരാണ്. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഓഫ്ലൈൻ ഇവന്റ് തന്നെ നടക്കുകയാണ്. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തോളും, നാളെ എത്തിക്കോളും, പ്രോഗ്രാം നടന്നോളും, നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ നടക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ സ്റ്റോറി സുവൈന. ഇറ്റ് വാസ് വെരി ഇൻസ്പയറിംഗ്. സുവൈനയുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വളരെ ഇൻസ്പയറിംഗ് ആണ്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപ് വന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ്, ആ സംഗതികൾ നല്ല രീതിയിൽ. ഓഫ്ലൈൻ ഇവന്റ് എവിടെയാണ് നടക്കുന്നത്? രാഹുൽ ചോദിക്കുന്നുണ്ട്. ഓഫ്ലൈൻ ഇവന്റ് നടക്കുന്നത് കാലിക്കറ്റ് വെച്ചിട്ടാണ്, കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. ഓഫ്ലൈൻ പ്രോഗ്രാം നമുക്ക് നടക്കുന്നത് വുഡീസ് ഹോട്ടൽ വെച്ചിട്ടാണ്. 26-ാം തീയതിയാണ്. അതിന്റെ ഫീ വരുന്നത് നിങ്ങൾക്ക് 12,800 അതിന്റെ ഫീ വരുന്നത്. പക്ഷേ അത് നിങ്ങൾ 15-ാം തീയതിക്ക് ശേഷമാണ് ബുക്ക് ചെയ്യുന്നതെങ്കിലാണ്, 15-ാം തീയതിക്ക് മുൻപ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11,600 പ്രോഗ്രാം ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ 5-ാം തീയതി, ഈ വരുന്ന 5-ാം തീയതിക്കുള്ളിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, 10,500 ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീ ഡിഫറൻസ് വരുന്നത്? നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് അത്രയും പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ബുക്ക് ചെയ്യുന്നതിലൂടെ അത്രയും പണം നമുക്ക് ചെലവഴിക്കാതെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. അപ്പൊ അതിന് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ മറ്റു വൈകുന്നേരം നമുക്കെന്ന് വെച്ചാൽ, അപ്പം ബിഫോർ 7th ആണ് കേട്ടോ, 7-ാം തീയതിക്കുള്ളിൽ 10,500. 7-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്, അതിനുള്ളിൽ 10,500. ഇനി അതേപോലെ ബിഫോർ 15 ആണെന്നുണ്ടെങ്കിൽ, 15-ാം തീയതിക്കുള്ളിലാണെങ്കിൽ 11,600 പ്രോഗ്രാമിന്റെ ഫീ. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നൊരു സൺഡേ ആണ്, അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സീ യു ടുമോറോ വിത്ത് അനദർ മോർണിംഗ് സെഷൻ. താങ്ക് യു സർ. ചോദിച്ചോളൂ. EFT ചെയ്തവർക്ക്, റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് അല്ലെ? EFT ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കോഴ്സ് ഫീന്റെ പകുതി നിങ്ങൾ പേ ചെയ്താൽ മതി. ഓഫ്ലൈൻ ഇവന്റ് ആയതുകൊണ്ട് അതിന് എക്സ്പെൻസ് ഉണ്ടാവും. സോ 5-ാം തീയതിക്കുള്ളിൽ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി പേയ്മെന്റ് അടച്ചാൽ മതി. സോ കം ടു ദ പ്രോഗ്രാം. ഒരു കാര്യത്തിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് ആഫ്റ്റർ മീറ്റിങ്ങിന് എല്ലാ ദിവസവും ആവർത്തിക്കണം. അഫർമേഷൻ, ഓക്കെ. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എല്ലാ ദിവസവും ആവർത്തിക്കണം. തീർച്ചയായിട്ടും ആവർത്തിക്കണം. ഒരു കാര്യം നടക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. തീർച്ചയായിട്ടും ആവർത്തിക്കാം. ഒരു പ്രാവശ്യം എഴുതിയാൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക, അപ്പോൾ നടക്കും. ഓൾറൈറ്റ്, താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. നാളെ കാണാം. താങ്ക് യു എവരിവൺ.